ഹായ് ബ്രിഡ്ജ് എഡ്യൂക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ UGC നെറ്റ് അറബിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണോ എങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ചാനലാണ്. നെറ്റ് സിലബസിലെ ഓരോ യൂണിറ്റും നമുക്ക് ഒരുമിച്ച് സിമ്പിളായി പഠിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചും നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയെക്കുറിച്ചും കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ അതോ കുറച്ച് ടഫായിരുന്നോ? താഴെ കമന്റ് ചെയ്യണേ. ഇനി ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മുടെ ക്ലാസ്സുകളിൽ വേണ്ടതെന്ന് തീർച്ചയായും നിർദ്ദേശിക്കണം. ഇതുപോലെ ഓരോ യൂണിറ്റും കവർ ചെയ്യുന്ന കൂടുതൽ ക്ലാസുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുക. അറബി സാഹിത്യം പഠിക്കുന്ന, പ്രത്യേകിച്ച് UGC നെറ്റ് പോലുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഏതൊരാൾക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പേരുണ്ട്: അബ്ബാസ് മഹമൂദ് അൽ അഖാദ്. അറബ് സാഹിത്യത്തിലെ ഒരു അതികായൻ. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെയും കൃതികളിലൂടെയും ഒക്കെ ഒരു യാത്ര പോയാലോ? ഒരു കഥ കേൾക്കുന്നത് പോലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഇവിടെ തന്നെ ഒരു ഭയങ്കര കൗതുകമുള്ള ചോദ്യമുണ്ടല്ലേ. വെറുമൊരു പ്രൈമറി സ്കൂൾ സർട്ടിഫിക്കറ്റ് മാത്രം കയ്യിലുള്ള ഒരാൾ എങ്ങനെയാണ് അറബ് ചിന്താലോകം അടക്കിവാണ ഒരു നെടുന്തൂണായി മാറിയത്? അവിശ്വസനീയമായി തോന്നാം അല്ലേ? ശരി, ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടിയാണ് നമ്മളിന്ന് യാത്ര തുടങ്ങുന്നത്. അപ്പോൾ ഈ പ്രതിഭയുടെ തുടക്കം എവിടെ നിന്നായിരുന്നു എന്ന് നോക്കാം. നമുക്ക് നേരെ അദ്ദേഹത്തിന്റെ ജന്മനാടായ അസ്വാനിലേക്ക് പോകാം, അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തെ കഷ്ടപ്പാടുകളിലേക്ക്. നോക്കൂ, 1889 അസ്വാനിലാണ് ജനനം. തുടക്കത്തിലൊക്കെ റെയിൽവേയിലും സിൽക്ക് ഫാക്ടറിയിലുമൊക്കെയാണ് ജോലി ചെയ്തിരുന്നത്. പക്ഷേ അവിടെയൊന്നും ഒതുങ്ങി നിൽക്കാനുള്ള ആളായിരുന്നില്ല അദ്ദേഹം. നേരെ കെയ്റോയിലേക്ക് വെച്ചുപിടിച്ചു. അതായിരുന്നു ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് എന്ന് പറയാം. വെറും 23 വയസ്സുള്ളപ്പോൾ, ഓർക്കണം 23 വയസ്സിൽ, ആദ്യത്തെ പുസ്തകം പ്രസിദ്ധീകരിച്ചു. അതിൽ നിന്ന് തന്നെ ഊഹിക്കാമല്ലോ അദ്ദേഹത്തിന്റെ കഴിവും അധ്വാനവും എത്രത്തോളം ഉണ്ടായിരുന്നുവെന്ന്. ഇനി നമ്മൾ വരുന്നത് അദ്ദേഹത്തിന്റെ സാഹിത്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വിപ്ലവകരമായ ഒരു ഘട്ടത്തിലേക്കാണ്. പരീക്ഷയുടെ കാഴ്ചപ്പാടിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മദ്രസത്തു ദീവാൻ. ഈയൊരു സാഹിത്യ മുന്നേറ്റത്തിന് പിന്നിൽ 3 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ത്രിമൂർത്തികൾ എന്ന് തന്നെ പറയാം. അക്കാദ്, അൽ മാസിനി, പിന്നെ ശുക്രി. ഈ 3 പേരും ചേർന്നാണ് അറബിക് കവിതയുടെ അന്നത്തെ രീതികളെയെല്ലാം മാറ്റിമറിച്ചത്. ഈ പേരുകൾ എന്തായാലും ഓർത്തു വെച്ചേക്കണം. അപ്പോൾ എന്തായിരുന്നു ഈ മദ്രസത്തു ദീവാൻ? അന്നത്തെ കാലത്തെ പരമ്പരാഗത കവിതകളിൽ നിന്ന് ഒരു കംപ്ലീറ്റ് ബ്രേക്ക് ആയിരുന്നു അത്. അവർ പറഞ്ഞത് കവിത മനുഷ്യന്റെ വികാരങ്ങളെക്കുറിച്ചും യഥാർത്ഥ ജീവിതത്തെക്കുറിച്ചും സംസാരിക്കണമെന്നാണ്. 1921 അക്കാദും മാസിനിയും കൂടെ എഴുതിയ അദ്ദിവാൻ എന്ന പുസ്തകം ശരിക്കും ഈ പ്രസ്ഥാനത്തിന്റെ ഒരു മാനിഫെസ്റ്റോ തന്നെയായിരുന്നു. അക്കാദിന്റെ കവിതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്തായിരുന്നു? ശരിക്കും സിമ്പിളായിട്ട് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ്. 1. കവിത വെറും വാക്കുകളുടെ കളി മാത്രമല്ല, അതൊരു ഹ്യൂമൻ വാല്യൂ ആണ്. 2. ഒരു കവിത എന്ന് പറഞ്ഞാൽ ഒരു ജീവനുള്ള ശരീരം പോലെയാണ്. അതിന് കൃത്യമായ തുടക്കവും ഒടുക്കവും എല്ലാ ഭാഗങ്ങളും തമ്മിലൊരു കണക്ഷനുമൊക്കെ ഉണ്ടാവും. പിന്നെ 3ാമത്തേത്, ഏറ്റവും പ്രധാനപ്പെട്ടത്, കവിത എന്ന് പറയുന്നത് ഒരു എക്സ്പ്രഷനാണ്, നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒന്ന്. ഈ 3 ആശയങ്ങളിലാണ് മദ്രസത്തു ദീവാൻ കെട്ടിപ്പൊക്കിയത്. പക്ഷേ അക്കാദൊരു കാവ്യം മാത്രമായിരുന്നില്ല കേട്ടോ. അദ്ദേഹത്തിന്റെ ലോകം അതിലും വലുതായിരുന്നു. നോവൽ, നിരൂപണം, ജീവചരിത്രം, അങ്ങനെ ഒരുപാട് മേഖലകളിൽ അദ്ദേഹം തന്റെ കയ്യൊപ്പ് പതിപ്പിച്ചു. നമുക്ക് ആ വലിയ സാഹിത്യലോകത്തേക്ക് ഒന്ന് എത്തിനോക്കാം. അദ്ദേഹത്തിന്റെ കൃതികൾ എത്രത്തോളം വൈവിധ്യമുള്ളതാണെന്ന് നോക്കിക്കേ. കവിതയിൽ നിന്ന് തുടങ്ങിയ യാത്ര, അറബ് സാഹിത്യത്തിലെ തന്നെ ക്ലാസിക്കായി മാറിയ സാറ എന്ന നോവൽ, പിന്നെ ഇസ്ലാമിക ചരിത്രത്തിലെ മഹാന്മാരെ മനഃശാസ്ത്രപരമായി പഠിക്കുന്ന അദ്ദേഹത്തിന്റെ മാസ്റ്റർപീസ് എന്ന് പറയാവുന്ന അബ്ഗരിയാദ് സീരീസ്, അങ്ങനെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. ഇതിലോരോന്നും ഓരോ പഠനവിഷയമാണ്. അഖാദ് വെറുമൊരു എഴുത്തുകാരൻ മാത്രമായിരുന്നില്ല, തന്റെ ആശയങ്ങൾക്കു വേണ്ടി എപ്പോഴും പോരാടിക്കൊണ്ടിരുന്നൊരു പോരാളി കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം എപ്പോഴും സംഭവബഹുലമായിരുന്നു. അന്നത്തെ സാഹിത്യലോകം ഒരു യുദ്ധക്കളം പോലെയായിരുന്നു. അഹ്മദി ഷോക്കി, ത്വാഹ ഹുസൈൻ, റാഫി, ഇവരൊക്കെ അന്നത്തെ അതികായന്മാരാണ്. ഇവരുമായിട്ടൊക്കെ അക്കാദ് വലിയ രീതിയിലുള്ള സംവാദങ്ങളിലേർപ്പെട്ടു. അറബ് സാഹിത്യ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില അധ്യായങ്ങളാണ് ഈ സംവാദങ്ങളെല്ലാം. അദ്ദേഹം എത്രത്തോളം ധീരനായിരുന്നു എന്നതിനൊരു ഉദാഹരണമാണിത്. തന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞതിന് അദ്ദേഹത്തിന് ജയിലിൽ വരെ പോകേണ്ടി വന്നു. ആ ജയിൽ അനുഭവം വെച്ചാണ് അദ്ദേഹം ആലമുസ്സദൂദി വൽ കുയൂദ്, അതായത് തടസ്സങ്ങളുടെയും ചങ്ങലകളുടെയും ലോകം എന്ന പുസ്തകം എഴുതിയത്. ഇനി അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിലെ രസകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രണയത്തെക്കുറിച്ചും സ്ത്രീകളെക്കുറിച്ചുമൊക്കെ ഒരുപാട് എഴുതിയിട്ടുണ്ടെങ്കിലും അക്കാദ് ജീവിതത്തിൽ ഒരിക്കലും വിവാഹം കഴിച്ചില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിനും സംഭാവനകൾക്കും അംഗീകാരം ലഭിക്കുക തന്നെ ചെയ്തു. കെയ്റോയിലെയും ദമാസ്കസിലെയും ഭാഷാ അക്കാദമികളിൽ അംഗമായി. ഈജിപ്തിലെ ഏറ്റവും വലിയ ബഹുമതികളിലൊന്നായ സ്റ്റേറ്റ് അപ്രീസിയേഷൻ അവാർഡ് വരെ അദ്ദേഹത്തെ തേടിയെത്തി. 1964 അക്കാദ് ഈ ലോകം വിട്ടുപോയി.
പക്ഷേ അദ്ദേഹത്തിന്റെ ചിന്തകൾക്ക് മരണമില്ലായിരുന്നു. എന്താണ് അക്കാദിനെ ഇന്നും പ്രസക്തനാക്കി നിർത്തുന്നത്? പ്രശസ്ത നിരൂപകനായ ഷൗക്കി ദൈഫിന്റെ ഈ വാക്കുകൾ മാത്രം മതി അദ്ദേഹത്തിന്റെ വില അറിയാൻ. അദ്ദേഹം പറഞ്ഞത്, ഒരു സംശയവും വേണ്ട, അബ്ബാസ് മഹ്മൂദ് അൽ-അക്കാദ് നമ്മുടെ ആധുനിക ഗദ്യത്തിലെ ഒരു പതാകവാഹകനാണ് എന്നാണ്. അദ്ദേഹത്തിന്റെ സ്വാധീനം ഇപ്പോഴും തുടരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്. 2014 അതായത് ഈ അടുത്ത കാലത്ത് പോലും അദ്ദേഹത്തിന്റെ മുമ്പ് പ്രസിദ്ധീകരിക്കാത്ത കവിതകൾ സമാഹരിച്ച് ഒരു പുസ്തകമിറങ്ങി. അത്രത്തോളമുണ്ട് അദ്ദേഹത്തിന്റെ സ്വാധീനം. അപ്പോൾ നമുക്കൊരു ചോദ്യം ചോദിച്ച് അവസാനിപ്പിക്കാം. ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും അക്കാദിന്റെ ചിന്തകളെയും എഴുത്തുകളെയും ഇപ്പോഴും ഇത്രയേറെ ജീവനുള്ളതും പ്രസക്തവുമാക്കി നിലനിർത്തുന്ന ആ മാന്ത്രികത എന്തായിരിക്കും? അപ്പോ നമ്മൾ പ്രധാന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിയാലോ? ഈ വിഷയത്തിലെ മെയിൻ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും അല്ലേ? അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇനി എങ്ങനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകും? നിങ്ങളുടെ പഠനത്തിന് ഒരു മുതൽക്കൂട്ടാകാൻ പറ്റിയ ഒരു വഴിയുണ്ട്. അതാണ് ബ്രിഡ്ജ് 6 എഡ്യൂക്കേഷന്റെ ഈ പുതിയ പ്രിന്റഡ് ബുക്ക്. ഈ ബുക്കിനെ സ്പെഷ്യൽ ആക്കുന്നത് ഇതിന്റെ ഉള്ളടക്കം തന്നെയാണ്. നമ്മുടെ ഓരോ ക്ലാസ്സിലെയും പോയിന്റ്സും കഴിഞ്ഞ 5 വർഷത്തെ നെറ്റ് എക്സാം ക്വസ്റ്റ്യൻസും ഇതിലുണ്ട്. ഈ ബുക്കിന്റെ ഒരു കോപ്പി ഓർഡർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓർഡർ ചെയ്യാൻ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സും കൊടുത്താൽ മതി. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്രയിലെ ഈ പുസ്തകം ഒരു വലിയ സഹായമാകട്ടെ. നിങ്ങളുടെ പഠനത്തിനും ശോഭനമായ ഭാവിക്കും എന്റെ എല്ലാവിധ ആശംസകളും. അപ്പോ അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.